അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ശങ്കർ ഫാക്ടറി. ശങ്കർ എന്ന് പറയാൻ പറ്റത്തില്ല കേസ്, കാരണം അൾട്രാടെക്ക് മേടിച്ചിട്ടുണ്ട്. ഇത് രണ്ടുപേരുടെ ഷെയറിങ് ആണ്. അങ്ങനെ നമ്മൾ കൊട്ടാരക്കര ഗോഡൗണിലേക്ക് ഇരിക്കുന്നു. ഇവിടെ കുട്ടിച്ചാമി എന്ന് പറയുന്നൊരാണ് എൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ ഏകദേശം പകുതി ആവാറായി. അത് തീർന്ന ഉടനെ നമ്മുടെ വണ്ടിയിലൂടെ ഓടിക്കുന്നതായിരിക്കും. ഇവിടെ ഇന്റർലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, സംഭവങ്ങൾ. നമ്മുടെ വണ്ടി ഇവിടെ റെസ്റ്റാണ്. മുറ്റത്തേക്ക് എറിയുന്ന ഇന്റർലോക്കിൻ്റെ എല്ലാ സൈസിലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഗൈസ്. ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ കാണിച്ചു തരാം ഗൈസ്. ഇവരിവിടെ ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളാണ്. ഇതാണ് മിശ്രിതം. ഇത് കുഴച്ചിട്ടാണ് ഇതൊരു സംഭവം ഇതിനകത്തുകൊണ്ട് കയറ്റുന്നത്. അതിനകത്ത് ഇങ്ങനെ നിറച്ച് ഇല്ലാക്കും. പല കളറ് പലത്. ഇതാണ് മിശ്രിതം. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഗ്യാപ്പ് വരും. സാധനം വൈബ്രേറ്റ് ചെയ്യണം. ഉമ്മഴിച്ച് ഏറ്റുന്നുണ്ടോ പ്രത്യേകിച്ച് സാധനം ഇതിനകത്ത് ശേഷം അടുത്ത സാധനങ്ങൾ ഇങ്ങനെ അതിനനുസരിച്ച് എല്ലാവരുടെ പല അളവിലും സൈസിലുള്ള പല കളറുണ്ട്. വെറൈറ്റി സാധനങ്ങളെല്ലാം പെയിൻറ്റ് കളറ് സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇത് വേറൊരു സ്റ്റൈലാണ് കേട്ടോ. ഇത് വേറൊരു എല്ലാം സെപ്പറേറ്റ് സാധനങ്ങൾ. എവിടെ ഇരുന്നത് വേണ്ട. നമ്മളങ്ങനെ നേരെ മിഷനൊക്കെ കണ്ട് കട്ടയുണ്ട്. കട്ട ഇവിടെ ഇല്ലാത്ത സംഭവമില്ല. സിമെൻറ്റ് പോലെ കട്ട മുതൽ ഇൻ്റർലോക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഗൈസ്. ഇത് കൊട്ടാരക്കര സദാനന്ദപുരത്ത് നിന്ന് വെട്ടിക്കവലയിലോട്ട് പോകുമ്പോൾ ഉള്ള കടയാണ്. കടയുടെ പേരെന്ന് പറഞ്ഞാൽ റോബിൻ സോളിഡ് ബ്രിക്സ് GL ടൈൽസ്. എല്ലാ സംഭവങ്ങളുണ്ട് ഗൈസ്. അവിടെ ഒരുപാട് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആണ് ഇവിടുത്തെ എൻട്രൻസ്. ഇത് വെട്ടിക്കവല സദാനന്ദപുരം റോഡാണ്. വെട്ടിക്കവല സദാനന്ദപുരം റോഡ്. വെട്ടിക്കവല വഴി നമുക്ക് വരാം, പക്ഷേ ഈ റോഡ് നല്ല സ്ലോപ്പാണ്. ഇറക്കമായതുകൊണ്ട് ഇവിടുന്ന് വണ്ടി നമുക്ക് ഓടിച്ച് ബെൻഡ് ഓടിച്ച് കയറാൻ പറ്റത്തില്ല. കയറാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ റോഡ് അവിടുന്ന് വരും. സദാനന്ദപുരം റോഡാണ്. സദാനന്ദപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ഇതുവഴി സുഖമായിട്ട് റൈറ്റ് ഒടിഞ്ഞ് കയറാം. അവിടുന്ന് വരുമ്പോൾ മേളിൽ നിന്ന് താപ്പോട്ട് വരുമ്പോൾ ലെഫ്റ്റ് ഒടിഞ്ഞ് കയറാൻ പാടമാണ്. നല്ല ഇറക്കമാണത്.
ആ ആ കൊടുക്കാം. ആ ഇവിടെ ഇറക്കി, ബാക്കിയുള്ള ഇറക്കി വെക്കാം. ഗൈസ്, നമ്മളങ്ങനെ മാസ്റ്റർ ഗോഡൗണിൽ എത്തിയിരിക്കുകയാണ്. ഇത് മാസ്റ്ററിൻ്റെ വണ്ടി, മഹീന്ദ്രയുടെ ഒരു വണ്ടിയാണ് കിടക്കുന്നത്. വണ്ടി ലോഡ് ഇറക്കാറായി. നമ്മുടെ വണ്ടി ടാർപ്പ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ബായ് പറഞ്ഞു, ബായ് ടാർപ്പെല്ലാം അഴിച്ച് സെറ്റ് ആയിക്കോളാമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ അഴിക്കാന്ന് പറഞ്ഞാൽ അവന്മാർ വന്ന് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും ഗൈസ്. പിന്നെ അവന്മാർ വേണ്ടെന്ന് പറയുന്നത് ഇങ്ങനെ വിചാരിച്ച് അഴിച്ചോളാനങ്ങ് പറയും. സത്യം പറഞ്ഞാൽ ഇവിടം വരെ വരുന്നതിന് വലിയ ശമ്പളമൊന്നുമില്ല. 1750 രൂപയേ ഉള്ളൂ. അതിൽ നമ്മൾ ഇവിടുത്തെ ഇറക്കൂലി 150 രൂപ കൊടുക്കണം. പിന്നെ യുവമാർക്ക് കയറഴിക്കുന്നതിന് ടാർപ്പ് കൊടുക്കുന്നതിന് 150 രൂപ കൊടുക്കണം. അങ്ങനെ തന്നെ 300 രൂപ പോകും ഗൈസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവസ്ഥയാണ്, ഒന്നും കാണത്തില്ല കയ്യിൽ. പിന്നെ 10,200 രൂപയ്ക്ക് വേണ്ടി കിടന്ന് ഓടണം. ചിലവും കഴിഞ്ഞ് 10,000 അകത്തേ കിട്ടത്തുള്ളൂ. നമ്മളൊരു അളിയനിവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മാസ്റ്റർ ഗോഡൗൺ. ഒരു വണ്ടിയുടെ എയറാസിൻ്റെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുക. അത് തീരാറായി. തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അകത്ത് കയറ്റിയിടും. ആ വണ്ടി ഇന്നലെ ഇവിടെ കിടക്കുന്ന കേസ്. എന്ത് ചെയ്യാനാ, ഞങ്ങളെ ഞാൻ വീഡിയോ എടുത്ത് യൂട്യൂബ് കയറി കുരുങ്ങി കേസ്. നമ്മൾ കയറി സെറ്റ് ചെയ്തെടുത്ത് എവിടെ വെച്ചാളിയെ? അളിയ എൻ്റെ വണ്ടി ഉണ്ടായിരുന്നു. അളിയൻ്റെ വണ്ടി എന്തി? അളിയ പിന്നെ സോപ്പ് ട്രിപ്പ് അടിക്കാന്ന് പറയുന്നു. ആരോ പറഞ്ഞു സോപ്പിന്റെ. പോളിയാ? ഏതാ പോളിയാ? പിന്നെ ആരും എന്നോട് പറഞ്ഞു സോപ്പിന്റെ ഇത് ഓടുക, അപ്പൊ സിമെന്റ് ഇല്ല, കാണുന്നില്ലെന്നൊക്കെ. ആ പോളിയാ? ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ പവിത്ര സന്നിധിയായ പാലക്കര ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ പവിത്രമായ സന്നിധിയിലെ
മാന്നാർ ഗോഡൗണിൽ വന്ന് ലോഡ് തീരാറായതാണ് ഗൈസ്. ഈ ആഴ്ച തന്നെ നമ്മൾ 3ാമത്തെ ട്രിപ്പാണ്. നമ്മൾ കൊട്ടാരക്കര, പുനലൂർ, മാന്നാർ അങ്ങനെ ഈ ആഴ്ച ഒരു ട്രിപ്പ് കൂടെ എടുക്കണം. അപ്പം മാന്നാർ വിശേഷങ്ങളൊക്കെ ഇതാണ് ഗൈസ്.